ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരിയായി ഒരു ലെങ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനും അവളും കൂടെ ഇപ്പം ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോവുകയാണ്. ഞങ്ങൾക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ വീട്ടിലാട്ടോ പോകുന്നത്. ആറാട്ടുകുളങ്ങരയിലാണ് പാർലർ. വീട്ടിൽ തന്നെയാണ് ചേച്ചി. ഇനിയിപ്പോൾ ചിലപ്പം ഷോപ്പൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. വീട്ടിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും അവളും കൂടെ കത്തി വെച്ചാണ് പോകുന്നത്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ് വൈക്കത്തമ്പലമൊക്കെ കാണിച്ചോന്ന്. അങ്ങനെ ദേ ആറാട്ടുകുളങ്ങര അവിടെയൊക്കെ കഴിഞ്ഞ്, ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ആറാട്ടുകുളങ്ങര എന്നാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഒരു രാവിലെ സമയം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കസ്റ്റമറിനെ കണ്ടായിരുന്നു. നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന അവിടെ വെച്ച്. അവിടെ ആ വീടും നമുക്കറിയത്തില്ലായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇതേ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അനുശേച്ചിയുടെ വീട്. ഞങ്ങളെല്ലാ കാര്യത്തിനും ചേച്ചിയുടെ അടുത്താണ് ചെല്ലാറ്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി. അങ്ങനെ അവൾ വണ്ടിയൊക്കെ വെക്കാനുള്ള ശ്രമത്തിലാണ്. ഗേറ്റ് തുറക്കാൻ അറിയാൻ മേലാത്തതാണ് ഞാനിങ്ങനെ പമ്മി നിൽക്കുമായിരുന്നു. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഗേറ്റൊന്നും തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ ഗേറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ കള്ളന്മാർക്ക് പെട്ടെന്ന് തുറക്കാം. അപ്പം നമ്മൾ ഞാനത് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നകത്ത് അവൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങളകത്തേക്ക് കയറുവാണ്. അനുചേച്ചിക്ക് സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിളിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ചേച്ചി റെസ്റ്റിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കാര്യമായിട്ട് ചേച്ചി വേഗം പോകുന്നു, ചെയ്ത് തന്നേക്കാം. അപ്പം ഞങ്ങളൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ചെന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ഏകദേശം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഏകദേശം ക്രീമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അവളുടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ല. ചേച്ചി അതുപോലെ വർത്താനം പറയും കേട്ടോ. നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളും തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ എന്താ പറയണേ, ചേച്ചിയുടെ ത്രെഡിങ് അയ്യോ അപാരമാട്ടോ. നമുക്ക് ഏത് കോലത്തിൽ ഇരിക്കുന്ന പിരിവുണ്ടല്ലോ നല്ല സെറ്റപ്പ് രീതിയിൽ ത്രെഡ് ചെയ്ത് തരും ചേച്ചി. ചേച്ചിയുടെ പേരാട്ടോ, ബ്യൂട്ടി പാർലറിൻ്റെ പേരാണ് കാണിച്ചേക്കുന്നത്. ഇതിപ്പം അവളുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയറിൽ അടുത്ത ക്രീം ഇടുവാണ്. ഇടയ്ക്കൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ, നേരെയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും ഏകദേശം കഴിഞ്ഞതേ ഇപ്പോൾ ഈ ഒരു ഏകദേശം കോലത്തിലായി. ഇനി വാഷ് ചെയ്യാനായിട്ടൊരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെല്ലണം. അപ്പോൾ അത് ചേച്ചിയുടെ അടുത്ത് ചെന്നാൽ മതി. 3 ദിവസം കഴിയുമ്പോഴത്തേനും ചേച്ചി വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഏകദേശം എല്ലാം അവളുടെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ. ഇതാണ് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞത്. കണ്ടോ, അവൾക്ക് ചെയ്തിട്ടും അവൾക്ക് മതിയാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് അതങ്ങ് ഇതായിപ്പോയി. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ ചെയ്തതാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.